അങ്ങനെ നമ്മുടെ പാവലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പന്തലിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, പന്തലൊന്നും ഇല്ല. അപ്പോൾ പന്തലൊക്കെ ഇടാനുള്ള ബുദ്ധിമുട്ടും അത് സൗകര്യക്കുറവും എന്നാ വെച്ചാൽ അതിന് തൂണും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഈറ്റക്കമ്പാണ് കുത്തി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ഒരു 3 തടം മാത്രമേ ഉള്ളൂ. ആ 3 തടത്തിലും അത് കമ്പേ കയറാറായപ്പോൾ ഞാൻ 3 ഈറ്റക്കമ്പ്, അതായത് ഇത്തിരി ശാഖയൊക്കെയുള്ളൊരു കമ്പായിരുന്നു. അപ്പോൾ അങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി എല്ലാം പടർന്ന് കയറിയിട്ടുണ്ട്. നിറച്ച് പൂവുണ്ട്, അതുപോലെ കായൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് കറി വെക്കാനൊക്കെ ആണെങ്കിലും പറിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ള പച്ചക്കറിയേക്കാൾ ഇച്ചിരി നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈ ഒരു പാവൽ. അതിന് പെട്ടെന്ന് ഈച്ച കുത്തും, അതുപോലെ പഴുത്തു പോവുക, ഇലയൊക്കെ മഞ്ഞളിച്ച് പോകും. അതുപോലെ ഇലയിലൊക്കെ ഭയങ്കര പുഴുശല്യം അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ. അതൊക്കെ നമ്മൾ ആദ്യം മുതലേ എന്തെങ്കിലുമൊക്കെ കീടനാശിനിയാക്കി നമ്മൾ തളിച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് മുറ്റത്ത് പാവലൊക്കെ നട്ട് ഇതുപോലെയൊക്കെ വിളവ് കിട്ടുമ്പം എന്താ പറയേണ്ടത്, നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ കടയിൽ നിന്ന് ഇത്ര വലിപ്പത്തിലും ഇതിനും വലിപ്പത്തിലും ഒക്കെ കീടനാശിനിയൊക്കെ തളിച്ച് നമ്മൾ കൊണ്ടുവന്നാൽ എത്ര വട്ടം കഴിയാലും നമുക്ക് തൃപ്തിയാവുമോ. അപ്പോൾ ഇതുപോലെയൊക്കെ മതി നമ്മൾ 1-2 തടമൊക്കെ നട്ട്. അപ്പോൾ ഞാനെങ്ങനെയാണ് ഇതുപോലെ 2-3 തടം നടും. അപ്പോൾ അത് ഏകദേശം വിളവെടുക്കാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 2-3 തടം കൂടെ വീണ്ടും നടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നോക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒത്തിരി നമ്മൾ ഒന്നിച്ച് നട്ട് കഴിയുമ്പോൾ ഇതിന് കീടനാശിനി തന്നെ തളിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ കെയർ ചെയ്യാനൊന്നും പറ്റുകയില്ല. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് കമ്പേലൊക്കെ കയറാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ വെളുത്തുള്ളിയും കായവും കൂടെ വെളുത്തുള്ളി ചതച്ച് അതിൽ കായവും ചേർത്ത് നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണെങ്കിലും പൂവൊക്കെ ഇട്ട് ഒരു 45 ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും പൂവൊക്കെ ഇടാൻ തുടങ്ങുക. അപ്പോൾ പൂവൊക്കെ ഇട്ട് കായൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും വേപ്പെണ്ണയും കൂടെയുള്ള മിശ്രിതം അത് നമുക്ക് തളിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ഒരുപാട് നമുക്ക് കായൊക്കെ ഈച്ച കുത്താതെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ട്രിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്താലും നമുക്കിതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള പാവയ്ക്കൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ വേപ്പില ഉണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇല ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ കായലും നമ്മുടെ ഇലകളിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവേ. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എന്താണ് സീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയണ്ടേ, മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കവറും കൂടെ ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി അത് ഈച്ച കുത്തി പോകാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ഇത്തിരിയൊക്കെ ചെറുതാവുമ്പം വലിപ്പം വെച്ചാൽ സാരമില്ല, ഇത്തിരിയൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു കവറിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, അത് ഒട്ടും നമുക്ക് ഈച്ച കുത്തി പോകാതെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയ എൻ്റെ പാവയ്ക്കാണ്. ഇത് കണ്ടോ, ഒന്ന് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൊണ്ട് പഴുത്താണെങ്കിൽ നമുക്ക് തീയൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ നമ്മൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിയിലായതുകൊണ്ട് 1-2 എണ്ണാക്കി ഇതുപോലെ എനിക്ക് പഴുത്ത് കിട്ടും കേട്ടോ, കാണാതെ. അപ്പോൾ അങ്ങനെ പഴുത്തതൊക്കെ ഞാൻ തീയൽ വെക്കും. പിന്നെ നമുക്ക് മഴക്കാലത്തേക്ക് നമുക്ക് കൊണ്ടാട്ടാക്കി വെക്കാം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞി കൃഷി രീതി.